മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ കൊല്ലത്ത് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതുപോലെ 2 ദിവസം 3 ദിവസം മുമ്പ് ബാംഗ്ലൂരും ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറയാറുള്ളത് പോലെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച തലശ്ശേരി, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, കായംകുളം വരെ ഒരു 5-6 ദിവസം തുടർച്ചയായിട്ട് പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇതിലെന്നെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ധാരാളം വ്യക്തികൾ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത് സന്തോഷമുണ്ടെന്ന് പറയുകയുണ്ടായി. ഇതിൽ കോഴിക്കോട് ധർമ്മശാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കോഴിക്കോട് ഏതൊരു കോതമംഗലമോ പെരുമ്പളന്നോ എന്തോ പറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ കായംകുളത്തും ചേർത്തലയിലൊക്കെ ഈ ഒന്നര ആഴ്ചയിൽ പ്രഭാഷണം നടത്തിയപ്പോൾ ധാരാളം പേര് വന്ന് പറയുകയുണ്ടായി, സാറേ ഇപ്പോഴാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചത്. ധാരാളം കമ്മ്യൂണിസ്റ്റുകാരാണ്, ശരിക്കും ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു ഏതെല്ലാം കമ്മിറ്റിയിൽ അംഗങ്ങളാണ്, ഏതെല്ലാം ലോക്കൽ കമ്മിറ്റി, പഞ്ചായത്ത് കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി, അതിനൊക്കെ അംഗങ്ങളാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ നിരന്തരം ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് സാറേ. പണ്ട് ക്ഷേത്രത്തിലേക്ക് പോവാത്തതിൻ്റെ ആ കുറവ് കൂടി പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മക്കള്, കുടുംബാംഗങ്ങളെല്ലാം പോകാറുണ്ട്. കാരണം ക്ഷേത്രം എന്താണെന്നും നമ്മുടെ പുരാണങ്ങൾ എന്തിനാണ് എഴുതിയതെന്നും നമ്മുടെ മഹാഭാരതത്തിൻ്റെ മഹത്വം എന്താണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് എന്ന ദുഃഖം ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ കുറച്ച് സ്ഥലത്തെ കുറച്ച് പേര് പറയുകയുണ്ടായി, സാറേ നേതാക്കന്മാരെല്ലാം അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവനും അമ്പലത്തിലേക്ക് പറഞ്ഞയച്ച് ആത്മീയ മണ്ഡലത്തിൽ നിലനിർത്തി അവരുടെ ഭാര്യയെയും മക്കളെയും പോലും അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാതെ, അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതുകൊണ്ട് ഭാര്യ ഇഷ്ടമുള്ളതുപോലെ അമ്പലത്തിലേക്ക് പോയിക്കൊള്ളട്ടെ, ഞാൻ അതിൽ ഇടപെടില്ല, മക്കൾ പൊക്കൊള്ളട്ടെ, ഞാൻ ഇടപെടില്ല എന്ന് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത വ്യക്തിയാണ് കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പൊ സാറൊരു കാര്യം പറഞ്ഞിരുന്നു, അവനവന്റെ ഭാര്യയെ പോലും കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തവര്, മക്കളെ പോലും കമ്മ്യൂണിസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തവര്. ജസ്റ്റിസ് കൃഷ്ണയ്യര് പണ്ടൊരു നിരീശ്വരവാദിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അവസാന കാലഘട്ടത്തില് എത്ര ഗംഭീരായിട്ടുള്ള ഭസ്മം തൊട്ട്, ചന്ദനം തൊട്ട്, കുങ്കുമം തൊട്ട്, നല്ല പൂണൂലിട്ട് പൂർണ്ണ ഗായത്രി ജപിച്ചൊരു വ്യക്തിയായി മാറി. അപ്പൊ അവനവനെയും മാറ്റാൻ പറ്റണില്ല, കുടുംബത്തെയും മാറ്റാൻ പറ്റണില്ല. എന്നിട്ട് അന്ത്യത്തില് ഇവരെല്ലാം ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടപ്പോ തോന്നി, ജീവിതത്തിന്റെ അവസാന കാലം വരെ കാത്തിരുന്ന് അത്രയും കാലം ഹിന്ദു ധർമ്മത്തെയും ആചാരത്തെയും വിചാരത്തെയും വിശ്വാസത്തെയും എല്ലാം അവഹേളിച്ചിട്ട് പിന്നെ അതിലേക്ക് തന്നെ ഒരു നാണവും ഇല്ലാണ്ട് തിരിച്ചു വരുന്ന കുറെ നേതാക്കന്മാരും അവരുടെ മക്കളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നി, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരാൾ പറഞ്ഞ വരിയാണ്, ചേർത്തലയിൽ ഒരാൾ പറഞ്ഞ വരിയാണ്, ഐരാണിക്കുളം അമ്പലത്തിൽ വെച്ചിട്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇത്രയും വൈകിയെങ്കിലും ഇനിയെങ്കിലും ഈശ്വരാരാധന എന്നുള്ളത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. നല്ല നല്ല ധർമ്മശാലയോ എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ട് കോഴിക്കോടോ കണ്ണൂരോ എനിക്കറിഞ്ഞു, ഓർമ്മ വരണില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചത്തെ കാര്യമാണ്. അവിടെ പറയുകയുണ്ടായി, 1 വർഷം മുമ്പാണ് സാർ ഇവിടെ ഇതേപോലൊരു പ്രഭാഷണം നടത്തിയതെങ്കിൽ സാറ് ജീവനോടെ തിരുവനന്തപുരത്തേക്ക് പോവില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എന്തൊരു മാറ്റാണെന്ന് നോക്കാം. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അടുത്ത കാലത്ത് DYFIയിൽ ഒരു നേതാവ് പറഞ്ഞു, ദ്രോണാചാര്യ അവാർഡ് പിൻവലിക്കണം, ആ പേര് മാറ്റണം എന്ന്. ആര് എന്തെല്ലാം തുള്ളിച്ചാടി
ഇവിടെ ചവിട്ട് നാടകം നടത്തിയാലും ഭാരതീയ പൈതൃകം ഒന്നും ഇവർക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. 2-3 പ്രൊഫസർമാർ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങിയിരിക്കുന്ന ബിസിനസ് മാനേജ്മെന്റ് കോളേജിലെ ഡയറക്ടറും അവരുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും ദർശനം എനിക്ക് ലഭിച്ചു. അവരൊക്കെ ഹാർഡ് കോർ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ്. അവർ പറയായിരുന്നു, ഞങ്ങൾ നിരന്തരം അമ്പലത്തിൽ പോകാറുണ്ട്, നെറ്റിയിൽ ചന്ദനം തൊടാറില്ല, നെഞ്ചത്താ തൊടുക, ഷർട്ട് ഇടുന്നത് കൊണ്ട് പുറത്ത് കാണില്ലല്ലോ. അപ്പോൾ ഒരു വലിയ ബിസിനസ് കോളേജിലെ സ്ഥാപനത്തിലെ ബുദ്ധിജീവികളായ പ്രൊഫസർമാരും പ്രിൻസിപ്പാൽമാരും ഡയറക്ടർമാരും ഉൾപ്പെടെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ഈ DYFIക്കാരോടും SFIക്കാരോടും കഴിഞ്ഞ 5-6 പ്രാവശ്യമായിട്ട് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാനുള്ളത്, നിങ്ങളുടെ നേതാക്കന്മാര് അവരുടെ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ വഴിയിലേക്ക് നയിച്ചിട്ടില്ല. അവര് സ്വതന്ത്രമായ നന്മകളിലൂടെ പോകുമ്പോൾ നിങ്ങളെ മാത്രം നിങ്ങളുടെ നേതാക്കന്മാര് കുത്തുവാള എടുപ്പിച്ച് ഈ നാടിനും നാടിന്റെ ധർമ്മത്തിനുമെതിരെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഓർമ്മിക്കുക, ജനത ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും സത്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ അവർ പിന്നെ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമുള്ള ക്രിസ്ത്യാനികൾ ബൈബിൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ പാപികൾക്ക് വേണ്ടി ഒരു പുണ്യാത്മാവിനെ കുരിശിലേറ്റിയ മതമാണ് എന്ന് പറയുമ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് വേണ്ടി ജസ്റ്റിസ് കൃഷ്ണയ്യരെ തൂക്കിലേറ്റുന്ന മാതിരിയല്ലേ അത് എന്നവർ തിരിച്ചറിഞ്ഞപ്പോ ആ പുണ്യാത്മാവിനെ ആണിയടിച്ച കുരിശാണ് പൂജിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ പാപിയായ മനുഷ്യൻ മറ്റൊരു പാപിയായ മനുഷ്യനെയാണ് പുണ്യവാളനാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോ ആ പുണ്യാത്മാവായ യേശുക്രിസ്തുവിന്റെ ചോരയും ശരീരവുമാണ് വീഞ്ഞും അപ്പവുമായിട്ട് കഴിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോ ലോകത്തിൽ ഒരിക്കലും ഒരു കന്യകയില് ദൈവം ഗർഭം ഉണ്ടാക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഒരു വാരിയല്ലിൽ നിന്ന് പെണ്ണിനെ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോ ആണും പെണ്ണും മാത്രമായിട്ടുള്ള ഒരു ലോകത്തില് അവർക്കൊരു മകനുണ്ടായപ്പോ വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആ പെണ്ണ് എവിടെ നിന്ന് വന്നു എന്ന് വിവരിക്കാൻ ബൈബിളിന് സാധിക്കാതെ വന്നപ്പോ 7-ാം ദിവസമോ 6-ാം ദിവസമോ മനുഷ്യനെ ഉണ്ടാക്കി എന്ന ഡാർവിൻ തിയറിക്ക് എതിരായിട്ടുള്ള തിയറി ശുദ്ധ അസംബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ക്രിസ്തുമതം തൂത്തെറിയപ്പെട്ടു. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദു ധർമ്മം ഇന്ന് യൂറോപ്പിലും ഇംഗ്ലണ്ടിലും കാനഡയിലും അമേരിക്കയിലും അസാധാരണമാം വിധത്തിൽ വ്യാപിക്കുന്നത് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു. ഈ കമ്മ്യൂണിസത്തെ കുറിച്ച് ഇത്രയും തെറ്റായി ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത നേതാക്കന്മാര് പഴഞ്ചൻ ആശയവും ഇന്ത്യക്ക് ഒരിക്കലും യോജിക്കാത്തതുമായിട്ടുള്ള ആശയവും പ്രചരിപ്പിച്ച് അവരുടെ മക്കളെയും ഭാര്യമാരെയും അല്ലെങ്കിൽ മക്കളെയും ഭാര്യയെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പൈതൃകത്തിൽ നിലനിൽക്കാനും മറ്റുള്ളവരെ താൻ പറയുന്ന പോലെ തന്റെ പുറകെ കൊണ്ടുവരാനും ശ്രമിക്കുന്ന ആ വികൃതമായിട്ടുള്ള നേതൃത്വ പാടവം, വികൃതമായിട്ടുള്ള നേതൃത്വ രീതി അണികൾ തിരിച്ചറിഞ്ഞതിന്റെ പരിണത ഫലമാണ് ആ പാർട്ടിയിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാര് ഓരോ ഗ്രാമത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത്. പാർട്ടിക്കാരും പാർട്ടിക്കാരുടെ കുടുംബാംഗങ്ങളും ഈശ്വരവിശ്വാസികളാവുമ്പോൾ അതേ പാർട്ടിക്കാര് പടച്ചുവിട്ട അനുയായികൾ ഇപ്പോഴും യുക്തിവാദികളും നിരീശ്വരവാദികളും നിഷേധികളും പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരും അപകീർത്തിപ്പെടുത്തുന്നവരും നിരാകരിക്കുന്നവരും എല്ലാമായി ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്ന ഒരു കാഴ്ച യുവാക്കളായ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാം, DYFI ആയി തന്നെ തുടരുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി തുടരുക. പക്ഷേ ഭാരതത്തിന്റെ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ തിരിച്ചറിയാം. ക്രിസ്ത്യാനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുമതം അതിനുവേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാനും ഈ CPMന്റെ നേതാക്കൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതത്തിൽ നിന്ന് അണുവിട വ്യത്യാസം വരാതെ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും
ഈ പാർട്ടി നേതാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കാതിരുന്നിട്ടുള്ളൂ. ഹിന്ദുക്കൾക്ക് മാത്രമേ കൊടുക്കാതിരുന്നിട്ടുള്ളൂ. അതിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് യുവാക്കളായ നിങ്ങളാണ്. അകത്തിരുന്നുകൊണ്ട്, പുറത്തേക്ക് വരരുത്, അകത്തിരുന്നുകൊണ്ട് പ്രതികരിച്ച് മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.